മൺസൂൺ സ്പെഷ്യലായിട്ടുള്ള അണ്ടിക്കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. നമ്മുടെ കണ്ണൂരുകാരുടെ പ്രധാനപ്പെട്ടൊരു കറിയാണിത്. മഴക്കാലം വന്നാൽ എല്ലാവരും ഈ കറിയാണ് ഉണ്ടാക്കാറുള്ളത്. എല്ലാവരും എന്ന് പറയുന്നില്ല, പകുതി മുക്കാൽ ആളുകൾ ഇത് ഉണ്ടാക്കി. ഇതിപ്പം കശുവണ്ടി ഇങ്ങനെ നടുവേ കീറി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാക്കി ഇൻ ദ സെൻസ് ഇതിൻ്റെ പുറം തൊലി കളഞ്ഞെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഒന്ന് വേവിപ്പിക്കും, എന്നിട്ട് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കും. ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തോല് ഇങ്ങനെ പൊളിച്ചെടുക്കണം, എന്നിട്ട് അതിൻ്റെ പരിപ്പ് മാത്രം എടുക്കണം. ആയിട്ടില്ല, ഇത് പൊളിച്ചിട്ടാക്കാം. ഇനി നമുക്ക് തേങ്ങ വറുത്ത് കൊടുക്കാം. പുറത്ത് നല്ല മഴയാണ്. കുരുമുളകും ജീരകവും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അടുപ്പിൽ നിന്ന് ആക്കുന്നത്, കാരണം മഴ വന്ന അവിടെ അടുക്കളേൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണ്. ഇതുണ്ടോ, ഇതൊക്കെ ഇങ്ങനെ ചോരുന്നുണ്ട്. അവിടെ വെള്ളം ഇങ്ങനെ ലീക്കാവുന്ന അടുക്കളയിൽ. അപ്പോൾ ഇതാണ് അവസ്ഥ ഇവിടുത്തെ. ഈ തേങ്ങയിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. രണ്ട് സെപ്പറേറ്റ് ആക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാനിത് ഒരുമിച്ച് തന്നെ ആക്കുന്നത്. രണ്ടാം പണിക്ക് വയ്യ, കാരണം മഴ വന്നു, കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ അരക്കാൻ പറ്റില്ല. അതുകൊണ്ട് മിക്സാക്കിയിട്ട് ഒന്നും കൂടി നന്നായിട്ട്. ഇത് കഷ്ണങ്ങൾ വന്നു വെച്ചാൽ ഇത് ബോഡ തേങ്ങയായിരുന്നു തോന്നുന്നു. അപ്പോൾ അതിങ്ങനെ പറഞ്ഞു വന്ന് ഞാൻ കുറച്ച് മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് ഇട്ടത്. നിങ്ങൾ എടുക്കുമ്പം ഒരേപോലെയുള്ള തേങ്ങ എടുക്കുക, ഒരേ സൈസിൽ തേങ്ങ ചുരണ്ടുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കാം. തീ ഞാൻ കുറച്ച് വെച്ചിട്ടുള്ളത്, കരിഞ്ഞു പോകാണ്ട് സൂക്ഷിക്കണം. ഞാൻ മുളകിൻ്റെ ഒന്നും പൊടികൾക്കൊന്നും അളവ് പറയുന്നില്ല, കാരണം അത് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ അവരവരുടെ ഇഷ്ടത്തിനിടാം. ഞാനിടുന്നത് കറക്റ്റും അല്ല, എനിക്കും കറക്റ്റായിട്ട് വലിയ ഇതില്ല. ഞാൻ കൈയളവിലാണ് ഇടൽ. ഓക്കെ, നിങ്ങൾ സാധാ മല്ലി എടുക്കുകയാണെങ്കിൽ അത്രയും നന്നായത്. ഇപ്പോഴത്തെ മല്ലിപ്പൊടിയൊക്കെ അറക്കപ്പൊടിയാന്ന് തോന്നുന്നു, കാര്യമായിട്ട് കളറൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് അച്ഛമ്മ ക്ലീൻ ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതാ, ഫോക്കസ് ആവുന്ന ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല ഹെൽത്തിയാണ്, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ കാഷ്യൂനട്ടൊക്കെ പുറത്തുനിന്നൊക്കെ പാക്കറ്റ് വാങ്ങി കഴിക്കുന്നവരാണ്. അപ്പോൾ ഇത് നമ്മുടെ കണ്ണൂർ ഭാഗത്താന്ന് തോന്നുന്നു ഈ കറി കൂടുതൽ ഉണ്ടാക്കുന്നത്, കാരണം നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് കൃഷി ചെയ്തിട്ട്. അപ്പം ഇതിന് മഴക്കാലത്താണ്, ഇത് മഴയണ്ടിയെന്നും പറയും, കാരണം നമ്മൾ മഴക്കാലത്താണ് ഇതിനെ കറി വെക്കാൻ ഉപയോഗിക്കുക. കാരണം എന്താ വെച്ചാൽ വേനൽക്കാലം ആകുമ്പോൾ ഇതിൻ്റെ സീസൺ, അപ്പോൾ നല്ല മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും. നല്ലതെന്നല്ല, 1 കിലോന് 100, 110 അങ്ങനെ 200 കുറവ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ കണ്ണൂരൊക്കെ ഇഷ്ടംപോലെ കൃഷിയുണ്ട് കശുവണ്ടീൻ്റെ. അപ്പോൾ ഒരുവിധം എല്ലാ വീടുകളിലും ഇപ്പം മഴക്കാലം വന്നാൽ കടയിൽ എടുക്കില്ല, പൈസ ഉണ്ടാവില്ല, അവരെടുക്കില്ല. അതുകൊണ്ട് നമ്മൾ കറി വെച്ച് കഴിക്കുക ചെയ്യൽ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണിത്. ഇത് സാധാരണ തേങ്ങ അരച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വെക്കില്ല. ഇത് ശരിക്കും തേങ്ങ വറുത്ത് അരച്ച് മല്ലിയൊക്കെ ഇട്ട് അങ്ങനെ വെക്കുക. ഈ കൊത്തമ്പാരി എന്ന് പറയുന്ന മല്ലി ഉണ്ടല്ലോ, നമ്മൾ പൊടിയല്ലാണ്ട് മല്ലി തന്നെ ഇട്ടിട്ട് തേങ്ങേൻ്റെ കൂടെ വറക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. നമുക്കിവിടെ കറിവേപ്പില ഇല്ല, അപ്പോൾ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പണ്ടൊക്കെ അമ്മ കറി വെക്കുന്ന സമയത്ത് നമ്മൾ പോയിട്ട് ഇങ്ങനെ ഇത് തിന്നുമായിരുന്നു, ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത്. ഇപ്പം ഞാൻ തന്നെ കറി വെക്കുന്നതുകൊണ്ട് തിന്നാൻ പറ്റില്ലല്ലോ, കാരണം കറി ഉണ്ടായില്ലെങ്കിൽ അതെൻ്റെ മേലുള്ളൊരു കുറ്റമായിരിക്കുമല്ലോ വൈകുന്നേരത്തേക്ക്. അപ്പം അങ്ങനൊരവസ്ഥ. ടൈം ചേഞ്ചസ്, റോൾ ചേഞ്ചസ്. നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വെന്തതായതുകൊണ്ട് ഇതൊന്ന് തിളയ്ക്കേ വേണ്ടൂ. ഈ അരവൊന്ന് വേവുക മാത്രമേ വേണ്ടൂ. അരവിൻ്റെ ഒരു വേവ് മാത്രമേ ആവശ്യമുള്ളൂ. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി, കാരണം ഇത് ഓൾറെഡി വെന്തതാണല്ലോ. നമ്മളിപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് ചേർത്ത് ഇളക്കട്ടെ. പിന്നെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഇടേ വേണ്ട, അല്ല ഓപ്ഷണലാണ്. പിന്നെ ഉള്ളി, അതുപോലെ തന്നെ മുളക്, ഇതൊക്കെ ഓപ്ഷനല്ല. ഞാൻ ഇവിടെ വെറുതെ വേസ്റ്റായി പോകണ്ടെന്ന് കരുതി തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും അങ്ങനെ ഇടില്ല. എരിവ് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഉള്ളിയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ടിട്ടുണ്ട്, നിർബന്ധമേ ഇല്ല, തികച്ചും ഓപ്ഷണൽ. അത് ശരിക്കും ബ്രൗൺ കളറാണ് വേണ്ടത്. ഇതൊരു മഞ്ഞ കളറായിപ്പോയി, കാരണം എനിക്കൊന്ന് വെള്ള കളറുള്ള കറിയായിപ്പോയി. കാരണം മല്ലി അല്ല, അരവിൻ്റെ അല്ല, മല്ലിപ്പൊടി പിന്നെ കുറഞ്ഞു പോയി. പിന്നെ ചില മല്ലിപ്പൊടിക്ക്
കളറില്ല അച്ഛമ്മേ. അല്ലടേ, അതാ ഞാൻ പറഞ്ഞ വേറെ ഇട്ട് വറുത്താൽ. തേങ്ങേൻ്റെ ഒന്ന് ചിട്ടോണ്ട് തിന്നാ. ആ, അങ്ങനെയൊന്നും അല്ല, ശരിക്കും കൊത്തമ്പാരി ഇട്ടാൽ നല്ല ഇതായേനു. ഇതിന് കൊത്തമ്പാരി ഇല്ലേ? ഇത് പൊടിച്ചിരി കൊണ്ടുവന്നല്ല, അതിലൊക്കെ അറക്കപ്പൊടികളാ, മില്ലത്തെ പൊടികളാ കൂടുതൽ. ആണ് ആടുന്ന് എനിക്ക് മറന്നു പോയതാ. ഇതൊന്ന് മല്ലിപ്പൊടി മാറുമ്പോ ആ ഇടില്ലേ മില്ലില് ആ ആടുന്ന് വാങ്ങിയാ മതിയേനു. മതാരില്ല ശക്തിയെല്ലാം. കടുക് ഇടാം. ആയിട്ടുണ്ട്, കറി ആയിട്ടുണ്ട്. അങ്ങനെ കറി അങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ 2 മുട്ട എടുത്തിട്ട്, അത് നമ്മളെ കോഴി ഇവിടെ ഇട്ടിരിക്കൽ, മുട്ട എടുത്ത് ഒരു വറവും കൂടി ആക്കി കഴിഞ്ഞാൽ നമുക്ക് ചോറ് തിന്നാം. ഓക്കേ ഗൈസ്, അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചോറ് വിളമ്പട്ടെ. അപ്പോൾ നമ്മുടെ മുട്ട വറവിതാ. അപ്പോൾ ഇത് നമ്മുടെ കറി ഇവിടെ ഉണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതപ്പം ഇതുണ്ട്. എങ്ങനെയുണ്ട് അച്ഛമ്മ കറി? നല്ല രസമുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ ബൈ.